അസ്സലാമലൈക്കും. എന്തെല്ലാം ഉണ്ടല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അങ്ങനെ നമ്മൾ നോമ്പ് കഴിയാനായി. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടാണ്. എൻ്റെ മോനാണ് സ്കൂൾ പോകുന്നത്. അപ്പോൾ ഇന്ന് പൂട്ടും. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസും റീൽസൊക്കെ കാണുന്ന സമയം പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷപ്പെടലുണ്ടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങിയത് അതിന് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ജനങ്ങളെ സപ്പോർട്ടും വേണം, യൂട്യൂബിൻ്റെ സപ്പോർട്ടും വേണം, എന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അങ്ങനെ എൻ്റെ ഇത് 3ാമത്തെ ചാനലാണ്. 2 ചാനൽ ഇപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് 2 ചാനൽ പോയത്. പിന്നെ മെയിൽ വന്നിട്ട് ഒന്നിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേനു, അങ്ങനെ അത് പോയി. പിന്നെ വേറൊന്ന് എൻ്റെ ഒരു കൈബദ്ധം കൊണ്ട് തന്നെ പോയതാണ്. കുറേ വീഡിയോസും ഒന്ന് ചാനൽ പറഞ്ഞിട്ട് കുക്കിംഗ് ചാനലേനു, അപ്പോൾ അത് പോയി. 2ാമത്തെ വേറൊരു ചാനലേനു, അങ്ങനെ അതും പോയി. പിന്നെ ഇത് 3ാമത്തെ തുടങ്ങിയത്. ഇപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. അതിൽ മെയിൽ വരുന്നത് ഞാൻ ശ്രദ്ധിക്കണം. നമ്മൾ മെയിനായിട്ട് മെയിൽ വരുന്നത് നോക്കണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനൊരു സമയ കണക്കുണ്ട്, അതുവരെ അത് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ ചാനൽ പോകും. പിന്നെ പറഞ്ഞിട്ടും കാരണം എനിക്ക് 2ാമത്തെ ചാനൽ പോലെ ഞാൻ മിക്കാനോട് പറഞ്ഞ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമേനു. പിന്നെ പറയാൻ എൻ്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അതേപോലത്തെ സംഭവം ഉണ്ടല്ലോ, അതെൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. എനിക്ക് നമ്മളൊന്നും ആരോട് പറയാതെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ആരോടും പറയാണ്ട് ഞാൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ പെണ്ണ് പറയുന്ന പോലെ തന്നെ അതൊരു വൈഫാണ്, അമ്മയാണ്. അപ്പോൾ എൻ്റെ തമ്പനയിൽ കണ്ട അവരെ എല്ലാ വീഡിയോസും എല്ലാ പിന്നെ റീൽസും എല്ലാം ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഈ നിറത്തിൻ്റെ പേരിലും എൻ്റെ ഈ ഒരു കൊലത്തിൻ്റെ പേരിലും ഞാൻ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ മക്കളെ എനിക്കും പറയാനുണ്ടായി, ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ കറുപ്പൊരു കളറിൻ്റെ പേരിൽ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവും പിന്നെ കുറച്ച് വെളുത്തിട്ടാണ്, പിന്നെ മക്കളും അങ്ങനെ തന്നെ. പിന്നെ ഭർത്താവിൻ്റെ ആൾക്കാർ ഫുള്ള് അവർ ഉപ്പാൻ്റെ ആൾക്കാരും ഉമ്മാൻ്റെ ആൾക്കാരൊന്നും കറുപ്പായില്ല. എന്താ പറയുന്നത്, അവരെ കുടുംബത്തിൽ വന്ന് കയറിയാലും ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ, കറുപ്പ് വേറെ ആരുമില്ല. കളർ നോക്കുവാണെങ്കിൽ അതിൽ ഞാൻ തന്നെയാണ് ഒരു വ്യത്യസ്ത കളറുള്ളത്. ബാക്കി എല്ലാവരും നല്ല വെളുപ്പൊക്കെയാണ്. പക്ഷേ എനിക്ക് കല്യാണത്തിൻ്റെ ഒരു 2 ദിവസം കുറച്ച് ദിവസം മുന്നേ ആണ്, നമ്മൾ അറേഞ്ച്ഡ് മാരേജ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് ഒരു ഉപ്പയും പിന്നെ ഒരു കാക്കയും കൂടി വന്ന് എന്നെ കണ്ടിട്ട് പോയത്. ഉപ്പ കുഴപ്പമൊന്നുമില്ല, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഉപ്പ പറഞ്ഞ് പിന്നെ ഇങ്ങനെ പോയിട്ട് പറഞ്ഞിരിക്കാനോട് പോലും, മോനെ ഇനി പോയി നോക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ കുടുംബമല്ലോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിനെ, നല്ല കുടുംബമാണ്, നമുക്ക് സൗന്ദര്യത്തിൻ്റെ കാര്യമല്ലല്ലോ പറഞ്ഞു പോലും. അങ്ങനെയൊക്കെ വന്ന് കണ്ടിപ്പിക്കുക പറഞ്ഞു, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടതല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കാം. കല്യാണം കഴിഞ്ഞ മക്കളെ പിന്നെ കുറേ ദിവസം ഒരു ഭയങ്കര ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലായി ചർച്ചകൾ. എങ്ങനെയാണ് ഇവൾ വന്നത്, എന്തിനു പറയുന്ന കല്യാണത്തിൻ്റെ അന്ന് തന്നെ പിന്നെ കൂട്ടാനൊക്കെ നമ്മൾ പെണ്ണൂട്ടാ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു പല ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പോൾ പറയാൻ അതിൽ ഞാൻ മാത്രം ഒരു വ്യത്യസ്ത കളറ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായി. ഇതിങ്ങനെ കാണും ഇങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ. പിന്നെ കുറേ അങ്ങനത്തെ കല്യാണത്തിന് മുമ്പും കുറേ പഴികൾ കേട്ട്, പിന്നെ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷം എനിക്കൊന്ന് മുമ്പ് പിന്നെ ഞാൻ ജനിച്ച് വളർന്നത്, അതെന്നെ അറിയുന്ന ആൾക്കാർ. പക്ഷേ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മറ്റൊരു നാട്ടിലേക്കാണ് വരുന്നത്. നമുക്കറിയാതെ ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്നാണ് ഞാൻ ഈ നാട് കാണുന്നത് തന്നെ. അല്ലാതെ എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ഒന്നും തന്നെ എനിക്കറിയില്ല. അപ്പം അങ്ങനെ പറയുമായിരുന്നു എല്ലാവരും, എവിടെ നിന്ന് കിട്ടി, അങ്ങനെ എൻ്റെ ചെവിടോണ്ട് ഞാൻ കേട്ടു ഞാൻ പറയുന്നത് അങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഉറപ്പേ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥ അന്നേരം. അങ്ങനെ പിന്നെ കുറേ ഞാൻ കരയൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അത് ചെവിക്കൊള്ളണം, എന്തായാലും മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടാവും, അതെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു, അതെല്ലാം നേരിട്ട് നിൽക്കണം നമ്മൾ. പിന്നെ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മാനസികമായിട്ടൊരു ധൈര്യം വരും. നമ്മളങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യം വരും. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ എൻ്റെ കുട്ടി എന്നെ പോലെ കറുത്ത്. പിന്നെയുള്ള ടെൻഷൻ അതായി, എൻ്റെത് വിട്ട് എൻ്റെ ഒരു ഞാൻ വിട്ട്, പിന്നെയുള്ള ടെൻഷൻ അതായി. ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ ആയിപ്പോകും എന്നുള്ള ടെൻഷൻ. പിന്നെ നോക്കുമ്പോൾ ഇല്ല, കുട്ടി നല്ല നിറമൊക്കെ ഉണ്ട്, ഇപ്പോഴും അവന് നിറമുണ്ട്. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ കാലം പിന്നെയും കഴിഞ്ഞു പോയി. പിന്നെയും കുറേ വർഷം 8 വർഷം 7 വർഷമായിട്ട് 2ാമതൊരു കുട്ടി. അത് പിന്നെ എനിക്കുള്ളൊരു ടെൻഷനാവാൻ തുടങ്ങി.
പഠിച്ചവനെ അങ്ങനെ ഇങ്ങനെയിട്ട് തന്നെ നിറം ഉണ്ടാവോ ഇല്ലേ. പിന്നെ നോക്കുമ്പോൾ അത് പിന്നല്ല 2 സിസേറിയൻ കഴിഞ്ഞ് കുട്ടീനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ സമാധാനമായി. ഇപ്പം കുട്ടി നല്ല നിറമുണ്ട്. അപ്പോൾ ഒരാശ്വാസം. അതാണ് ഞാൻ പറയുന്നത് മക്കളെ. ആൾക്കാരിപ്പോൾ പിന്നെ നല്ല സമയാൻ വേണ്ടി ആൾക്കാർ ചിലപ്പം പറയും നിറമൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നമ്മളെ മാറി നിന്നിട്ട് നമ്മളെ കുത്തും മക്കളെ. അങ്ങനത്തെ നമ്മൾ സ്വന്തക്കാരും ഉണ്ട്, ബന്ധക്കാരും ഉണ്ട്, അയൽവാസികളും ഉണ്ട്. അങ്ങനത്തെ ഉണ്ട് നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുടുംബത്തിൽ അതെ കളർ കുറവ് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ലോണം പിന്നെ നിറമുള്ളവരാണ്. എൻ്റെ ഉമ്മ നിറം കുറവാണ്, അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് നിറമുണ്ട്. പിന്നെ എൻ്റെ മകനത്തിൻ്റെ മക്കളും അവരങ്ങളുടെ മക്കളൊക്കെ നല്ല നിറമുള്ളവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ നിറം കുറവ്. അതിൻ്റെ പേരിൽ ഇന്നും ഉണ്ട് അപമാനം സഹിച്ച് പലരും പുറത്ത് പറയാതെ നിൽക്കുന്നവരും ഉണ്ടാവും, പുറത്ത് പറയുന്നവരും ഉണ്ടാവും. ഞാൻ അപ്പം ഇങ്ങനെ ഉള്ള വീഡിയോ കണ്ട് ഒരു മാത്രമല്ല മെനഞ്ഞാന്ന് ഞാൻ വേറൊരു വീഡിയോയും കൂടെ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന. അത് ഭയങ്കര തടിച്ചിട്ടുള്ളൊരു പെൺകുട്ടീൻ്റെ ഇത് കളറിൻ്റെ പ്രശ്നം പറയുമായിരുന്നു. അതിലും കളറിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം നമ്മളെ ഇങ്ങനത്തെ ഇതൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സും എനിക്ക് കുറേ സബ്സ്ക്രൈബറൊക്കെ എൻ്റെ പിന്നെ സുഹൃത്തുക്കൾ തന്നെ. കണ്ടിട്ടില്ല, അറിയില്ല ആരെയും, എന്നാലും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവർ. അപ്പോൾ അവർക്കൊക്കെ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്.